രാജശ്രീ ആദിസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങ് കാപ്സിക്കം മസാലയാണ്. ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില, 20 അല്ലി വെളുത്തുള്ളി ചെറുതായിരിക്കുന്നത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിരിക്കുന്നത്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറിയ ശേഷം സവാള ചേർക്കാം. 3 സവാള അരിഞ്ഞതാണ്. 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ നിറയെ മല്ലിപ്പൊടി, അര സ്പൂൺ വറുത്ത് പൊടിച്ച മസാലയാണ്. പൊടികളുടെ പച്ചമണം മാറിയ ശേഷം ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വാടിയ ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ്, ലേശം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉള്ളി വഴറ്റിയപ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അടച്ചു വയ്ക്കാവുന്ന. ഒരു മുറി തേങ്ങയുടെ പാലാണ്, അത് ചേർത്ത് കൊടുക്കാം. കറി തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കാം. ഇപ്പോൾ എല്ലാം കറക്റ്റാണ്. മല്ലിയിലയും ലേശം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഇനി ഫ്ലെയിം ഓഫാക്കാം. രുചികരമായ ഉരുളക്കിഴങ്ങ് കാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട്.